പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠത്തിലെ പേജ് നമ്പർ 63 കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ചുവടെ പറഞ്ഞിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. അപ്പം 1, 6, 11, 16 എന്നിങ്ങനെ പോകുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു? 1, 6, 11, 16 ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ സാധാരണയായിട്ട് ബീജഗണിത രൂപം ഒരു പൊതുവായ രൂപം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? xn സമം an കൂട്ടണം b അല്ലെ? xn സമം an കൂട്ടണം b ആയിരുന്നു. ഇതായിരുന്നു ഇതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് അല്ലെ? സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപത്തിന്റെ പൊതു തത്വമാണ് xn സമം an കൂട്ടണം b. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു അല്ലെ? അപ്പം ചോദ്യം എന്താണ്? 1, 6, 11, 16 എന്നിങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് വേണം? ആദ്യ പദത്തിന് എന്തുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്? എഫ് എന്നുള്ള അക്ഷരമുണ്ട് അല്ലെ? ആദ്യ പദം ഒന്നെങ്കിൽ നമുക്ക് ആദ്യ പദം എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് എന്ന് എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാൻ രണ്ടും എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആദ്യ പദം അത് എത്രയാണ്? ഇവിടെ ആദ്യ പദം 1. ഇനി എന്ത് വേണം? പൊതുവ്യത്യാസം ഡി അല്ലെ? പൊതുവ്യത്യാസം എന്താണ്? ഡി. പൊതുവ്യത്യാസം ഡി ആണ്. അത് എത്രയായിരുന്നു? 6 കുറക്കണം 1 സമം 5 അല്ലെ? 6 കുറക്കണം 1 5. അപ്പം നമുക്ക് എന്ത് കിട്ടി? ആദ്യ പദം 1 പൊതുവ്യത്യാസം 5 എന്ന് കിട്ടി അല്ലെ? ഇവിടെ എന്താണ്? xn സമം an കൂട്ടണം b. a എന്താണ് ഇവിടെ? a സമം അല്ലെ? നമുക്ക് ആദ്യം എന്ത് ചെയ്ത്? xn സമം an കൂട്ടണം b അല്ലെ? an എന്താണ്? an സമം d ആണ്. an അല്ല d, a സമം d ആണ്. അതുപോലെ തന്നെ b എന്താണ്? b സമം ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a എത്രയാണ് കിട്ടിയത്? ഇവിടെ 5 ആണ് അല്ലെ? അതുപോലെ തന്നെ എഫ് മൈനസ് ഡി എത്ര കിട്ടും? -4 ആണ് അല്ലെ? എഫ് എത്രയാണ്? 1 മൈനസ് 5 എത്രയാണ് ഉത്തരം? -4, -4 എന്ന് കിട്ടി അല്ലെ? അപ്പൊ നമുക്കത് ഇവിടെ കൊടുത്തു നോക്കാം. എന്ത് കിട്ടും നോക്കാം. 5n - 4 എന്താണ്? 5n - 4. അപ്പം 1, 6, 11, 16 എന്നിങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 5n കുറക്കണം 4 അല്ലെങ്കിൽ 5n - 4 എന്ന് പറയാം. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. രണ്ടാമത്തെ ചോദ്യം 2, 7, 12, 17 എന്നിങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. എന്താണ് ബീജഗണിത രൂപം? നമുക്ക് പൊതുവായിട്ടുള്ള തത്വം ആദ്യം എഴുതിയ xn സമം an കൂട്ടണം b അല്ലെ? അപ്പൊ ഇവിടെ d എന്തുവാണെന്നും ആദ്യ പദം കാണണം. ആദ്യ പദം 2 ആണ്. d എന്ന് പറഞ്ഞാൽ എന്താണ്? 7 അല്ലെ? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. 2 കുറക്കുക. അപ്പൊ എത്രയാണ് ഉത്തരം? 5 ആണ് അല്ലെ? ഇനി നമുക്ക് a എന്താണ്? a എന്ന് പറഞ്ഞാൽ d ആയിരുന്നു. അത് എത്രയാന്ന് കിട്ടി? 5 എന്ന് കിട്ടി. b എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് കുറക്കണം d ആണ് അല്ലെ? എഫ് എത്രയാണ്? 2 കുറക്കണം 5 സമം എത്രയാണ്? -3. എങ്ങനെയാ കുറക്കലത്? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കണം. അതായത് 5ൽ നിന്ന് 2 കുറക്കുക. അപ്പോൾ എത്ര കിട്ടും? ഉത്തരം 3. വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണോ അത് ഇട്ട് കൊടുക്കണം. അപ്പൊ ഉത്തരം എത്ര കിട്ടി? -3 അല്ലെങ്കിൽ -3 എന്ന് പറയും അല്ലെ? നമുക്കിവിടെ കൊടുത്തു നോക്കാം. xn സമം an കൂട്ടണം b ആണ് അല്ലെ? a എത്രയാണ്? a എന്ന് പറയുന്നത് 5. 5 ഗുണിക്കണ 5 തന്നെ. -3 ആണ്. അപ്പൊ ഉത്തരം എത്രയാണ്? 5n കുറക്കണം 3 അല്ലെങ്കിൽ 5n - 3 ഉള്ളതാണ് ഉത്തരം. അപ്പൊ ഇത്ര എളുപ്പം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 21, 32, 43, 54 എന്നിങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ
ബീജഗണിത രൂപമാണ് എഴുതേണ്ടത് അല്ലെ. ഇവിടെ നമ്മൾ ആദ്യം എന്താണ് ആദ്യ പദം നോക്കണം. എത്രയാണ് 21. പൊതുവ്യത്യാസം എത്രയാണ്? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറക്കുമ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. 32 നിന്നും 21 കുറച്ചാൽ എത്ര കിട്ടും? ഉത്തരം 11 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പൊതുവ്യത്യാസം 11 കിട്ടി അല്ലെ. ഇനി എന്ത് വേണം? xn സമം an കൂട്ടണം b അല്ലെ. a എത്രയാണ്? a സമം 11, b സമം 21 കുറക്കണം 11. അപ്പൊ എത്രയാണ് ഉത്തരം? 10 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? 11 n കൂട്ടണം 10. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 11 n കൂട്ടണം 10. അപ്പം 21, 32, 43, 54 ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 11 n കൂട്ടണം 10. ഇനി നമുക്കിതിൽ നാലാമത്തെ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 19, 28, 37 എന്നിങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് നമുക്ക് എഴുതേണ്ടത്. നമുക്ക് ഇവിടെ എന്ത് എഴുതാം? xn സമം an കൂട്ടണം b അല്ലെ. ആദ്യം എന്ത് വേണം? ആദ്യ പദം കണ്ടുപിടിക്കണം. ആദ്യ പദം 19. പൊതുവ്യത്യാസം 28 കുറക്കണം 19. 28 19 പോയാൽ എത്രയാണ്? 9 ആണ്. ഇനി എന്ത് വേണം? a സമം എത്ര കിട്ടി? 9. b സമം 19 കുറക്കണം 9. ഇപ്പൊ എത്രയാണ്? 10 ആണ് അല്ലെ. 19 9 കുറച്ചാൽ ഉത്തരം എത്രയാണ്? 10 ആണ്. അപ്പൊ നമുക്കിവിടെ കൊടുക്കാലോ. എന്ത് വരും? 9 n കൂട്ടണം 10. എത്രയാണ് ഉത്തരം? 9 n കൂട്ടണം 10. 19, 28, 37 എന്നിങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 9 n കൂട്ടണം 10 ആണ്. ഓക്കെ അല്ലേ?